അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയേക്കുന്ന നമ്മുടെ സ്വന്തം അടിമാലിക്കാർക്ക് സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഈ നീരമംഗലം പാലം കയറി ഇറങ്ങി അപ്പുറം ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അത് വിദേശത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം അടിമാലിക്കാർക്കും ഇടുക്കി ജില്ലക്കാർക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ ഈ പാലം കയറി ഇറങ്ങി നമ്മൾ ഈ വനത്തിലൂടെ യാത്ര ചെയ്ത് ആദ്യം വരുമ്പോൾ കാണുന്നത് നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടമാണല്ലോ. അപ്പോൾ ഏത് സമയത്ത് നമ്മൾ വന്നാലും അവിടെ വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് എത്തി വലിഞ്ഞ് നമ്മളൊന്ന് നോക്കും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സ്വന്തം വാളറ വെള്ളച്ചാട്ടവും കാണുന്നത്. ആ വെള്ളച്ചാട്ടവും കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം ആദ്യം നമ്മളെത്തുന്ന 10 മൈൽ ടൗൺ ആണ്. വലിയ വികസനങ്ങളോ കാര്യങ്ങളൊന്നും 10 മൈൽ വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെയൊക്കെ തന്നെ. ആ പണ്ടുണ്ടായിരുന്ന കുറച്ച് കടകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇപ്പോഴും ഉള്ളൂ. അതിനുശേഷം നമ്മളെത്തുന്നത് ഇരുമ്പുപാലത്തേക്കാണ് കേട്ടോ. വികസനത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയിരിക്കുന്ന ഒരു ടൗണാണ് കേട്ടോ നമ്മുടെ ഇരുമ്പുപാലം. പെട്ടെന്ന് തന്നെ അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ്. എന്നും ഇവിടെ പുതിയ പുതിയ ഒരേ ഹോട്ടലുകൾ വരുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളി ഹോട്ടലുകളാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഇരുമ്പുപാലം ടൗൺ കാണുമ്പം അതിശയിച്ചു പോകും. അപ്പോൾ ഇത് വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്ന നമ്മുടെ നാട്ടിലില്ലാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനലിടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ. അങ്ങനെ നമ്മളിതേ സ്വന്തം നമ്മുടെ അടിമാലിലേക്ക് എത്തി. അടിമാലിലേക്ക് എത്തുമ്പോൾ കാഴ്ചയൊന്ന് കണ്ടു നോക്കിയാൽ അടിമാലിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. നിങ്ങളിവിടുന്ന് പോകുന്നതിന് ശേഷമുള്ള റോഡ് കാര്യങ്ങളൊക്കെ വലുതായിരിക്കുന്നു. കുറേ കടകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്താണേലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മിസ് ചെയ്യുന്നവരെ അടിമാലിക്ക് പോരേട്ടോ. അപ്പോൾ അടിമാലിയുടെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് ഞാനിതേപോലെ വരും. അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും കാണാം.